പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഒരു ഹിഡൻ വാട്ടർഫോൾ സ്പോട്ട് കൂടിയായ പാലൂർക്കോട്ട വാട്ടർഫോൾസ്. മലപ്പുറം ജില്ലയിൽ അത്ര അറിയപ്പെടാത്ത ഒരു ഹിഡൻ ജെമ്മായിരുന്നു പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. അതിമനോഹരമായ ഇരുനില വെള്ളച്ചാട്ടവും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി ഒക്കെയായി കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി പഞ്ചായത്തുകളോട് ചേർന്ന് കിടക്കുന്ന മാലപ്പറമ്പ്, പാലച്ചോടിനും കടുങ്ങപുരം, പള്ളിക്കുളമ്പിനും ഇടയിലായി ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഏകദേശം 500 അടിയോളം ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ വെള്ളമൊഴുകി വരുന്നുണ്ട്. ജൂൺ ജൂലൈ മാസത്തിലെ ശക്തമായ മഴയിലാണ് ഇതിന്റെ പൂർണ്ണ രൂപഭംഗി ദൃശ്യമാവുക. ടിപ്പു സുൽത്താന്റെ പടയോട്ടം മലബാറിൽ ആഞ്ഞടിച്ചപ്പോൾ ഇടത്താവളമായി ഈ പ്രദേശം ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്ററോളം ദൂരെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇതിന്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ലായിരുന്നു എന്നതും ടിപ്പു ഈ സ്ഥലം ഒളിസങ്കേതമാക്കാൻ കാരണമായി എന്ന് പറയപ്പെടുന്നു. ഇവിടെ നമ്മൾ നേരത്തെ വരുമ്പോൾ ഇത്ര തന്നെ ആളുകളൊന്നും ഇല്ലായിരുന്നു. അത്ര ആളുകളൊന്നും ഇല്ലാത്തൊരു സൈലന്റ് ഏരിയ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ നല്ല ആളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഹിഡൻ സ്പോട്ട് മാറി നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇവിടേക്ക് വരുന്നതിന് ട്രക്കിങ്ങിന്റെയോ എൻട്രി ടിക്കറ്റിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് വന്ന് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇടം തന്നെയാണ് ഇവിടം. പക്ഷേ വരുന്നവർ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ വലിച്ചെറിഞ്ഞ് ഈ പ്രകൃതി ഭംഗി നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് അച്ചാർ, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, പേരക്ക, പിന്നെ കക്കരിക്ക, ബീട്രൂട്ട്, ഇതൊക്കെ തന്നെയാണ്. മാങ്ങ എടുത്തോ. നല്ല മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടെന്ന് അല്ലേ? ഈ മുളക് ചമ്മന്തിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഉപ്പിലിട്ട മാങ്ങ. അതെ, ഇനി അങ്ങോട്ട് മുളക് ചമ്മന്തി പുരട്ടി അങ്ങനെ നീട്ടി പുരട്ടാം. നോക്കട്ടെ എങ്ങനെയാണോ നോക്കട്ടെ. പുളിയുണ്ട്. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ? ഇല്ല. സമയം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അറിയിപ്പ് 6 മണി വരെയാണ്. അതൊക്കെ ആളുകൾ അതൊന്നും നമ്മൾ ഇവിടോട്ട് വരുന്ന കറക്റ്റ് എവിടുന്ന നമ്മൾ കട്ട് ചെയ്ത് കയറുന്നത് അകത്തേക്ക് വരാൻ വേണ്ടി? ഈ ഒരു ജംഗ്ഷൻ ആണെങ്കിൽ പെരിന്തൽമണ്ണ കോട്ടക്കൽ റൂട്ട്, അതിൽ നിന്ന് കടുങ്ങപുരം വില്ലേജ് പടി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. അവിടുന്ന് തിരിഞ്ഞു വരിക. അപ്പൊ പാലൂർക്കോട്ട നേരെ അങ്ങോട്ട് ഉള്ള വഴിയുണ്ട്. പാലൂർക്കോട്ട വാട്ടർഫോൾസ് അല്ലേ? ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം എക്സ്പീരിയൻസ് ഈ വൈബ് വേറെ എവിടെയും കിട്ടൂല. അടിപൊളിയാണോ? ഭയങ്കര ഡാൻസ് ആട്ടോ. എങ്ങനെയുണ്ട് മൊത്തത്തില്? വെള്ളം കുറച്ച് കുറവുണ്ട്. വീട്ടിലെ ആഘോഷം മൊത്തത്തിൽ ഓണം അടിച്ചു പൊളിച്ചു. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ വാട്ടർ ഫാൾസും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണോ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു വാട്ടർ ഫാൾസും കാര്യങ്ങളൊക്കെ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇതെങ്ങനെ നമ്മൾ ഇവിടെ ഒരു വാട്ടർ ഫാൾസ് ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിഞ്ഞേ? ഞങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ കേട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? കേട്ടതുപോലെ തന്നെ കണ്ടപ്പോ ഉണ്ടോ? ഇവിടെ ഈ നാട്ടുകാരാണെങ്കിലും ആദ്യമായിട്ടാ വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. പ്രതീക്ഷ പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല വൈബാണ്. ഫാമിലി ആയിട്ട് വെള്ളം കുറവ്, അപ്പൊ മഴയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് ചെയ്യാം. അടിപൊളി. കുറച്ചുകൂടെ മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. എന്നാലും അടിപൊളിയാണ്. ഞങ്ങൾ കുറെ ഇങ്ങനെ കയറി കുട്ടിയൊക്കെ കൂട്ടിച്ച് കുറെ മഴക്കാലം ആകുമ്പോ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. നിങ്ങൾക്ക് ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും യൂത്തിനാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരുന്നു. അതിസാഹസികമായ വഴികളും നയനമനോഹരമായ ഹരിതഭംഗിയും മലമുകളിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ ചാടിത്തുള്ളി വരുന്ന വെള്ളച്ചാട്ടവും ഒക്കെ പാലൂർക്കോട്ടയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നുണ്ട്.